എമ്പുരാൻ സിനിമയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്കെതിരെ തുറന്നടിച്ച് TP51 സിനിമയുടെ സംവിധായകൻ മൊയ്തു താഴത്ത്. സിനിമ പ്രദർശിപ്പിച്ചാൽ തിയേറ്ററിൽ ബോംബിടുമെന്നായിരുന്നു പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച ഭീഷണിയെന്ന് അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു. മുടക്കോഴി മലയിൽ ഉൾപ്പെടെ സിനിമ ചിത്രീകരിക്കാൻ പോലും അനുവദിച്ചില്ല. CPM ഭീഷണിയെ തുടർന്ന് 12 യൂണിറ്റുകളാണ് പിന്മാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ മലയാളികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരുണ്ട്, മൊയ്തു താഴത്ത്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തെ ആസ്പദമാക്കി കഥയും സംവിധാനവും നിർവഹിച്ച് അത് തിയേറ്ററുകളിലേക്ക് എത്തിച്ച മലയാളിയായ മനുഷ്യനാണ് മൊയ്തു താഴത്ത്. TP51 എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തു സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നമ്മൾ ഒരുപാട് കാലം ചർച്ച ചെയ്തുമാണ്. ഇപ്പോൾ മൊയ്തു താഴത്ത് തന്നെ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, എന്താണ് TP51 എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഭവിച്ചത്? ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിലൊക്കെ ആ സിനിമ വന്നിരുന്നോ? TP51 അതിൻ്റെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ പ്രശ്നമായിരുന്നു. TP ചന്ദ്രശേഖരൻ വളരെ ദാരുണമായി, വളരെ ഭീകരമായിട്ട് CPM ഫാസിസ്റ്റുകൾ കൊല ചെയ്തതാണ്. ഒരു 51 വെട്ടുവെട്ടി കൊന്ന ആ മനുഷ്യനെക്കുറിച്ച് ആദ്യം തിരക്കഥ രൂപപ്പെടുമ്പോൾ വളരെ സ്വകാര്യമായി വളരെ സീക്രട്ടായിട്ട് തിരക്കഥ പുറപ്പെടുവിച്ച് സിനിമ അങ്ങോട്ട് തുടങ്ങിയപ്പോൾ ഈ ആവിഷ്കാരവാദികളുണ്ടല്ലോ, പുത്തൻ ബുദ്ധിജീവികൾ, ഇവരുടെ സ്വഭാവം ആ സിനിമ യഥാർത്ഥത്തിൽ ഷൂട്ട് ചെയ്യാൻ അനുവദിച്ചില്ല. പല തവണയായിട്ട് 40-45 ദിവസം മുഞ്ചിയം, വടകര പരിസര പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് നടന്നു. മലയാളത്തിലെ വളരെ പ്രമുഖരായ ഇപ്പോൾ ശിവജി ഗുരുവായൂർ, റിയാസ് ഖാൻ, ഭീമൻ രഘു, ദേവി അജിത്ത് തുടങ്ങിയ ആളുകൾ, ഇവർക്കൊക്കെ ഭീഷണിയായിരുന്നു. കാരണം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12ഓളം യൂണിറ്റുകൾ തന്നെ CPMൻ്റെ ഭീഷണി വന്നിട്ട് പോയിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളെയും കൊണ്ട് നമ്മൾ മുടക്കോഴി മലയിൽ പോയ സമയത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് വന്ന് അവരെയൊക്കെ ഓടിക്കുകയാണ് ചെയ്തത്. മുടക്കോഴി മല എന്ന് പറയുന്നത് കൊടിസുനിയൊക്കെ ഒളിവിൽ താമസിച്ച സ്ഥലം. പക്ഷേ ആ മുടക്കോഴി മല നമുക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വിലങ്ങാട് അതുപോലത്തെ ഒരു ലൊക്കേഷൻ ആർട്ട് ഡയറക്ടർ പോയിട്ട് കണ്ട് നമ്മോട് പറഞ്ഞു, ഓക്കെ സാർ ശരിയാണെന്ന് പറഞ്ഞു. ക്യാമറമാൻ ഞാനൊക്കെ പോയി റിയാസ് ഖാൻ ഒരു ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന അവിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി വന്ന് റിയാസ് ഖാനൊക്കെ ഓടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നീട് ഞങ്ങൾ തൊടുവേ ഇപ്പോൾ ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ TP51 തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയാണ് CPMൻ്റെ ഓഫീസിൽ നിന്ന്, പിണറായിയുടെ ഓഫീസിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ പോകുന്ന ലിബർട്ടി ബഷീറിന് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററിൽ ബോംബിടും എന്നാണ് പറഞ്ഞത്. ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. പിന്നെ ഈട എന്ന് പറയുന്ന സിനിമ 2 ദിവസമാണ് കണ്ണൂർ ജില്ലയിൽ ഓടിയത്. ഭയങ്കര ആൾക്കൂട്ടായിരുന്നു, ലെഫ്റ്റ് റൈറ്റ്. വടകരയിലൊക്കെ തിയേറ്ററിലെ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ 3 ദിവസമേ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് സർക്കാർ തിയേറ്റർ UDF എന്ന K സുധാകരനും ഉമ്മൻചാണ്ടിയൊക്കെ കൂടിയിട്ട് 14 തിയേറ്ററുകൾ തന്നിരുന്നു. ആ തിയേറ്ററുകളിൽ ഏകദേശം 3 ആഴ്ചയോളം സിനിമ ഓടി. പക്ഷെ അപ്പോഴും ഈ CPMൻ്റെ ഫാസിസ്റ്റുകൾ നിരന്തരമായിട്ട് എന്നെ പിന്തുടരുകയായിരുന്നു. ഇവരെ ഭയന്നിട്ടാവോ കണ്ണൂരിൽ നിന്ന് വീട് വിട്ടിട്ട് ഞാൻ ഇപ്പോൾ വടകര വീട് വെച്ചത്. അതെ, അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ചർച്ച ചെയ്യുന്നു, താങ്കൾ അന്ന് കൈക്കുഞ്ഞായ കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളായിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന സാഹചര്യം കൊണ്ട് സിനിമ റിലീസിങ്ങിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലത്തെ മോന് ചെറിയ പനിയുണ്ടായിരുന്നു. പനി പിക്സായി പോയി. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് ഇവർ നേരത്തെ വൈഫിനോട് വന്ന് പറഞ്ഞിരുന്നു, TP51 സംവിധായകൻ അവിടെ താമസിക്കുന്നെങ്കിൽ ഈ ഫ്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുണ്ട്. അവരാകെ ഭയച്ചക്കെതിരായിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ രാത്രി 1:30 മണിക്കാണ് ഈ ഫാസിസ്റ്റുകൾ ഈ ആൾക്കൂട്ടം എന്നെ വീട്ടിൽ നിന്ന്, താണയുടെ വീട്ടിൽ നിന്ന്, ഫ്ലാറ്റിൽ നിന്ന്. ഇതാണ് ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇപ്പം ഗോകുലം ഗോപാലന് വേണ്ടിയും മോഹൻലാലിന് വേണ്ടിയും പൃഥ്വിരാജിന് വേണ്ടിയൊക്കെ ഉയർത്തുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ഈട എന്ന് പറയുന്ന സിനിമയ്ക്കില്ല, ലെഫ്റ്റ് റൈറ്റിനില്ല, എനിക്കില്ല. എൻ്റെ സിനിമ ഇപ്പോഴും ആ ഡിസ്ക് എൻ്റെ കയ്യിൽ കിടക്കുകയാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ OTT ഒരു റിലീസിനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ. ഒരു ഗൗരി ലങ്കേഷിനെ കുറിച്ച് പറയുന്നു, പൻസാരയെക്കുറിച്ച് പറയുന്നു, പെരുമാൾ മുരുകനെക്കുറിച്ച് പറയുന്നു. 24 മണിക്കൂറും CPMൻ്റെ ബുദ്ധിജീവികളും സൈബർ ഇടങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത്. കഴിഞ്ഞ ഏതോ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ സക്കറിയ പയ്യന്നൂരിൽ പ്രസംഗിച്ച് വരുമ്പോൾ DYFൻ്റെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു ആ മഹാനായ സാഹിത്യകാരനെ. അപ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലേ? ഇത് CPMന് മാത്രം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, CPMൻ്റെ സിനിമയ്ക്ക് മാത്രം ആവിഷ്കാര സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. എമ്പുരാൻ ആവിഷ്കാരം വേണം, TP51 ആവിഷ്കാരം വേണ്ട, ലെഫ്റ്റ് റൈറ്റ് അവിടെ കിടന്നോട്ടെ. ഇതും പണം മുടക്കി എടുത്ത സിനിമയാണ്, കലാകാരന്മാരെടുത്ത സിനിമയാണ്. ഈ ഇരട്ടത്താപ്പ് ഇതാണ് ഫാസിസം, ഇതാണ് സോഷ്യൽ ഫാസിസം. ഈ സോഷ്യൽ ഫാസിസമാണ് CPM കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇരട്ടത്താപ്പാണ്. എമ്പുരാന് വേണ്ട അതേ ആശയ സ്വാതന്ത്ര്യം, എമ്പുരാന് വേണ്ട അതേ വിചാരധാര, എമ്പുരാന് വേണ്ട അതേ ഡെമോക്രസി ഞങ്ങളുടെ സിനിമക്കും വേണം, ഞങ്ങൾക്ക് തരണം. പിണറായി വിജയൻ നേരിട്ട് മുൻകൈ എടുത്തുകൊണ്ട് TP51 തിയേറ്റർ പ്രദർശിപ്പിക്കാനുള്ള അനുമതി തരണം. എന്നിട്ട് ഫാസിസത്തെക്കുറിച്ച് സംസാരിക്കും, ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പോൾ ഉണ്ടാവും, ഇപ്പോൾ ക്ലിയർ ആവും സംഭവം.
ഇതിനെതിരെ അന്നത്തെ CPM-ന്റെ സംസ്ഥാന നേതൃത്വമൊക്കെ ഇടപെട്ടിട്ട് TP51 പറയുന്ന സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചു എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. സംസ്ഥാന നേതൃത്വം ഇടപെടാതെ ലിബർട്ടി ബഷീറിനെ പോലത്തെ വളരെ ഒരു ബോൾഡായിട്ടുള്ള ഒരാൾ ഞങ്ങളെ വിളിച്ചിട്ട് വളരെ പ്രയാസമുണ്ടെന്ന് പറയില്ല. കാരണം ഞങ്ങൾ തലേന്ന് പോസ്റ്റൊക്കെ കൊടുത്താണ്. ഒരു പ്രാദേശിക നേതാവിന് ഒരിക്കലും കേരളത്തിലെ ഈ 69 തിയേറ്ററും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. അത് CPM-ന്റെ ഉന്നത നേതൃത്വം പിണറായി വിജയൻ്റെ ആശീർവാദത്തെ കൂടി നടന്നൊരു സാധനം മാത്രമാണത്. അല്ലാതെ ബ്ലോക്ക് ചെയ്യപ്പെടില്ല. മറ്റെന്തൊക്കെയാണ്? സിനിമ തന്നെയാണ് താങ്കളുടെ മേഖല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സിനിമ ചെയ്തതിൻ്റെ പേരിൽ വ്യക്തിപരമായ മറ്റ് പിന്നീട് വേട്ടയാടലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്? ഒരു വർക്കും ചെയ്യാൻ പറ്റുന്നല്ലോ. പ്രോജക്റ്റ് റെഡിയാവും. പ്രോജക്റ്റ് റെഡിയായിട്ട് പിറ്റേന്ന് രാത്രി പ്രൊഡ്യൂസർക്ക് കോള് വരും. പരസ്യ ചിത്രങ്ങളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പരസ്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ മുതലാളിയെ വിളിച്ചു പറയും മൊയ്തു താഴത്താണോ വേണ്ട. സോഷ്യൽ ഫാസിസം എന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. ജീവിക്കാൻ അനുവദിക്കാത്ത ഒരവസ്ഥയുണ്ട്. കാരണം നിശബ്ദമായി ഫാസിസം എന്നെ വല്ലാതെ പിന്തുടരുന്നുണ്ട്. എൻ്റെ ജോലി അങ്ങനെയൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതൊന്നും പച്ചക്ക് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി താങ്കൾക്ക് മാത്രമാണോ, താങ്കളുടെ കുടുംബത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്? കുടുംബത്തിന് വലിയ നമ്മളൊരു ഇടതുപക്ഷ ഒരു ലെഫ്റ്റ് കുടുംബമായിരുന്നു. ഇപ്പോൾ അല്ല, നേരത്തെ ഒരു ഇടതുപക്ഷ കുടുംബമായിരുന്നു. നമ്മളൊരു ഇടത് സഹയാത്രികരായിരുന്നു. അതുകൊണ്ട് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. പക്ഷേ കുട്ടികളെയൊക്കെ സ്കൂളിൽ നിന്ന് മാറ്റേണ്ട, കണ്ണൂരിൽ നിന്ന് മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സിനിമ വരുത്തിയ ദുരന്തം. ഇവർ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെ കള്ളത്തരവും പൊള്ളത്തരവുമാണ്. എന്നും ആത്മാർത്ഥതയില്ല തീരെ. ഇനി TP51 പറയുന്ന സിനിമ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി? എനിക്ക് OTT പ്ലാറ്റ്ഫോം പിന്നെ റീ-റിലീസിംഗ് ഒക്കെ ഞങ്ങൾ പ്രൊഡ്യൂസറായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു OTT പ്ലാറ്റ്ഫോമിലായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനിത് ഇറക്കും. രക്തസാക്ഷിയായാലും രക്തസാക്ഷിയാവേണ്ടി വന്നാലും ഇവരുടെ ഈ കള്ളത്തരം, CPM-ൻ്റെ ഈ പൊള്ളത്തരം ഉണ്ടല്ലോ, വെറും പൊള്ളത്തരമാണ്. എമ്പുരാന് വേണ്ടി ബുദ്ധിജീവികൾ ഇങ്ങനെ ചാനൽ മുറികളിലിരുന്ന് പറയുന്ന വർത്താനങ്ങൾ, ഇവർ പറയുന്ന വർത്താനം പൊട്ടത്തരവും കള്ളത്തരവും. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല ഇവരെ ഒരു തരത്തിലും. കാരണം ഇവർ എമ്പുരാനെന്ന് പറഞ്ഞ സിനിമ 300 കോടി, ഞങ്ങളത് അതിൻ്റെ നേരെ താഴെ ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. എന്നാൽ അത് സിനിമയല്ലേ? ഈ ആവിഷ്കാരവാദികളുടെ അതും സിനിമയാണ്, ഇതും സിനിമയാണ്. TP51 കാര്യത്തിൽ സിനിമയെ സിനിമയായി കാണണം എന്ന് പറയുന്ന പൊതു മാനദണ്ഡം അവർ പാലിക്കുന്നില്ല. സിനിമ, അതായത് സിനിമയായിട്ട് കാണുന്ന വർത്താനം പറയും. രാത്രി സ്വകാര്യമായിട്ട് പോലീസർമാരെ വിളിച്ചു പറയും. ഇതതിൻ്റെ അവസ്ഥ. സിനിമയെ സിനിമയായിട്ട് കാണുക, കലയെ കലയായിട്ട് കാണുക, കലാകാരന്മാരെ വെറുതെ വിടുക. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചൊല്ലിയുള്ള CPM-ന്റെ പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കാപട്യമാണ് എന്നാണ് മൊയ്തു താഴത്ത് പറയുന്നത്. അതിന് അദ്ദേഹം നിരത്തുന്നത് തൻ്റെ അനുഭവം തന്നെയാണ്. 2014 TP51 എന്ന് പറയുന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കുന്നു. 12-11 വർഷങ്ങൾ പിന്നിടുമ്പോഴും അതിന് എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. CPM-ന്റെ അന്നത്തെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഉൾപ്പെടെ സംശയത്തിന് നിലനിർത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. കുടുംബത്തിന് ഉൾപ്പെടെ പലതരത്തിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും ഭീഷണി ഉണ്ടാവുന്നു. മക്കൾക്ക് പഠിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. രാത്രി വീട് വിട്ടു പോകേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. സിനിമയെ സിനിമയായി കാണണമെന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും, എല്ലാ സിനിമയുടെ സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ബാധകമാക്കണമെന്നാണ് മൊയ്തു താഴത്ത് പറയുന്നത്.